ഇസ്ലാം ഒരു ബ്ലൈൻഡ് ബിലീഫാണ്, അന്ധമായ വിശ്വാസമാണ് എന്ന് പറയുന്നവർ എന്തടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? കാരണം ഒരു ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിങ് പാടില്ല, ചോദ്യം ചോദിക്കാൻ പാടില്ല, അന്ധമായി അതങ്ങ് വിശ്വസിച്ചു കൊള്ളണം എന്ന ഒരു രൂപത്തിൽ വരുമ്പോഴാണ് ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറയാൻ പറ്റുന്നത്. എന്നാൽ ഖുർആനിൽ ചോദ്യം ചോദിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ഈമാനിൻ്റെ ഭാഗമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ഖുർആനിൽ പലപ്പോഴും പറയുന്നുണ്ട്, അഫലാ യതദബ്ബറൂൻ, അവർ ചിന്തിക്കുന്നില്ലയോ, അഫലാ താഖിലൂൻ, അവർ അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ലയോ. ഈ രൂപത്തിൽ ചിന്തിക്കുന്നതിനെയും ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഖുർആനിലൂടെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇസ്ലാമിലുള്ള വിശ്വാസം ആരെങ്കിലും പറഞ്ഞു വെച്ചത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയതുകൊണ്ടല്ല ലഭിക്കുന്നത്, മറിച്ച് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന സൃഷ്ടികളെയും അതിൻ്റെ ക്രമീകരണങ്ങളെയും കൃത്യതയും അതിൻ്റെ എല്ലാം ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഒരാൾക്ക് ഈമാൻ തന്നെ വർദ്ധിക്കാൻ കാരണമാകുന്നത്. ഫെയ്ത്ത് ഇൻ ഇസ്ലാം ഈസ് റീസെൻറ്റ്. അതുകൊണ്ടാണ് ഖുർആനിൽ പറയുന്നത്, വമാ യഅഖിലുഹാ ഇല്ലൽ ആലിമൂൻ. അതിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അതിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ നിഗൂഢതകളെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഈ രൂപത്തിൽ ചിന്തിക്കാൻ അനുവദിക്കുന്ന, ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന, ചിന്തിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഇസ്ലാം എങ്ങനെയാണ് ബ്ലൈൻഡ് ബിലീഫാകുന്നത്?